എലപ്പുള്ളിയിലെ ബ്രൂവറി നിർമ്മാണം അറിഞ്ഞിരുന്നില്ല എന്ന എലപ്പുള്ളി പഞ്ചായത്തിന്റെ വാദം പൊളിയുന്നു. ഒയാസിസിന്റെ പദ്ധതിയെക്കുറിച്ച് പഞ്ചായത്തിനെ അറിയിച്ചതിന്റെ രേഖകൾ പുറത്തുവന്നു. ഒയാസിസിന്റെ എഥനോൾ നിർമ്മാണശാല സംബന്ധിച്ച് വ്യക്തമായി പരാമർശിക്കുന്ന കത്ത് സെക്രട്ടറിക്ക് നൽകിയിരുന്നു. ഏകജാലക അനുമതി സംബന്ധിച്ച് പഞ്ചായത്തിന്റെ അഭിപ്രായം തേടിയുള്ള കത്താണ് പുറത്തുവന്നിരിക്കുന്നത്. വി എസ് രഞ്ജിത്ത് നൽകും വിവരങ്ങൾ. വി എസ് രഞ്ജിത്ത്, മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോഴാണ് ഇതെല്ലാം അറിഞ്ഞത് എന്ന കോൺഗ്രസ് ഭരിക്കുന്ന എലപ്പുള്ളി പഞ്ചായത്തിന്റെ വാദം പൊളിയുകയല്ലേ? പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളിത് അറിഞ്ഞില്ല, വാർത്ത വന്നപ്പോഴാണ് അറിഞ്ഞത് എന്നത് ഇപ്പോൾ പൊളിയുകയല്ലേ? അതോ സെക്രട്ടറി ഈ കത്ത് പൂഴ്ത്തിവെച്ചതാണോ രഞ്ജിത്ത്? തീർച്ചയായിട്ടും പഞ്ചായത്ത് അധികൃതരുടെ വാദം പൂർണ്ണമായും പൊളിയുകയാണ്. കാരണം കഴിഞ്ഞ വർഷം 2024 ഫെബ്രുവരി മാസം 14 ഒരു കത്ത് KSIDC ഏകജാലക ലൈസൻസുമായി ബന്ധപ്പെട്ട് എലപ്പുള്ളി പഞ്ചായത്തിന് നൽകിയിരുന്നു. ആ കത്തിൽ കൃത്യമായി എന്താണ് പദ്ധതി എന്നതിനെക്കുറിച്ചൊരു വിശദമായിട്ടുള്ള തന്നെ ഒരു പരാമർശം അതിനകത്തുണ്ട്. അതിൽ ഒയാസിസിൻ്റെ ഈ എഥനോൾ നിർമ്മിക്കുന്ന, അതുപോലെ ENA നിർമ്മിക്കുന്ന ഒരു പദ്ധതിയാണ് എന്നും അത് മൾട്ടി ഫീഡ് മാനുഫാക്ചറിംഗ് ആണ് എന്നുള്ള വ്യക്തമായ കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ അതിൽ പഞ്ചായത്തിന് ഇനി പറയാൻ സാധിക്കുക അവിടെ ബ്രൂവറി എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് പോകും എന്നതിനെക്കുറിച്ച് സൂചനയില്ല എന്നുള്ളതാണ്. പക്ഷേ ബ്രൂവറിയൊക്കെ 2ഉം 3ഉം ഘട്ടത്തിലൊക്കെയാണ് വരുന്നത്. അവിടെ എഥനോൾ നിർമ്മാണം നടക്കുമെന്നും ആ എഥനോൾ നിർമ്മാണത്തിനോടൊപ്പം ENA നിർമ്മാണം നടക്കുമെന്നും കൃത്യമായി കാണിച്ചുകൊണ്ട് ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിയുടെ പേര് പരാമർശിച്ചുകൊണ്ട് അവിടെ ഒരു മൾട്ടി ഫീഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് വരും എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് KSIDC പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് എഴുതിയിട്ടുള്ളത്. ആ കത്തിൻ്റെ പകർപ്പ് ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് പഞ്ചായത്ത് ഒന്നും അറിഞ്ഞിട്ടില്ല, പഞ്ചായത്തിനെ ഇക്കാര്യമേ അറിയിച്ചിട്ടില്ല എന്നുള്ള വാദം പൊളിയുകയാണ്. 2024 അതായത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസം 14 ഏകദേശം ഒരു വർഷം മുമ്പ് തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഏകജാലക ലൈസൻസുമായി ബന്ധപ്പെട്ട വീഡിയോ കോൺഫറൻസിങ്ങിൽ പങ്കെടുക്കണമെന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എതിർപ്പുകളുണ്ടെങ്കിൽ അറിയിക്കണം എന്നുള്ള വിവരം നൽകിയിരുന്നു. അതായത് പഞ്ചായത്ത് സെക്രട്ടറി ഈ പദ്ധതിയെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചിരുന്നുവെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിയെ ഇക്കാര്യങ്ങൾ അറിയിക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് ഭരണസമിതിയെ അറിയിക്കാതിരുന്നതാണോ, അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചിട്ടും ഒരു മൗനാനുവാദം പഞ്ചായത്ത് ഭരണസമിതി കൊടുത്തതാണോ? എന്തുകൊണ്ട് ഈ കത്ത് വന്ന ഘട്ടത്തിൽ ഈ പദ്ധതിയെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചില്ല? അവിടെ വരുന്ന ബ്രൂവറിയെക്കുറിച്ച് അന്വേഷിച്ചില്ല, അവിടുത്തെ ജലചൂഷണത്തെക്കുറിച്ച് അന്വേഷിച്ചില്ല. ഈ ഘട്ടത്തിൽ വിവാദമാകുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് എലപ്പുള്ളി പഞ്ചായത്ത് എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്നീ വിവരങ്ങൾ ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് തന്നെ വിശദീകരിക്കേണ്ടതാണ്.